ഈ കാണുന്നതാണ് ടൂൾ ബോക്സ്. ടൂൾ ബോക്സിലെ ഐക്കണിനെ സാധാരണത്തിനേക്കാൾ കൂടുതൽ വലുതാക്കി വെച്ചിട്ടുണ്ട്. പാഠം പഠിപ്പിക്കാനുള്ള നിലയ്ക്കാണ് ഇത് ഇത്ര വലുതാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിത് ചെറുതാക്കി വെക്കാനുള്ള സംവിധാനമുണ്ട്. അത് നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി സാധനം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും വലുതാക്കിയിട്ടുള്ളത്. ഓരോ ടൂളിലും നമ്മൾ മൗസ് പോയിന്റർ, ഇതാണ് മൗസ് പോയിന്റർ വെക്കുമ്പോൾ ആ ടൂളിന്റെ പേര് ചെറിയൊരു സ്ട്രിപ്പായിട്ട് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനാണ് ടൂൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതിനാണ് എന്താ പറയുക, നമ്മൾ ടൂൾ എന്ന് പറയുന്നത്. ഈ ടൂളിൽ മൗസ് പോയിന്റർ വെക്കുന്ന സമയത്ത് അത് ഒരു എന്താ പറയുക, ഒരു സ്ട്രിപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ടൂൾ ടിപ്പ് എന്ന് പറയുന്നത്. ടൂൾ ടിപ്പ് കണ്ടോ, ഓരോ ടൂളിൽ വെക്കുമ്പോഴും ഒരു ടൂൾ ടിപ്പ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ടൂൾ ടിപ്പിൽ അതിന്റെ പേര് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ടൂൾ ടിപ്പിന്റെ ഏറ്റവും അവസാനത്തിൽ ഒരു ബ്രാക്കറ്റിൽ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് F6 ആണ്. F6 കീബോർഡിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് പ്രസ് ചെയ്യുന്നതിന് പകരം F6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂള് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാമെന്നർത്ഥം. ഇപ്പോൾ ഇവിടെ Z ആണ്. Z അമർത്തി കഴിഞ്ഞാൽ, കീബോർഡിൽ Z അമർത്തി കഴിഞ്ഞാൽ ഈ ടൂള് സെലക്ട് ആവും. ടൈപ്പ് ചെയ്യുമ്പോൾ ഒഴിച്ച്, നമ്മളൊരു മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ Z അമർത്തി കഴിഞ്ഞാൽ Z തന്നെയാണ് വരിക. എന്നാൽ ടൈപ്പിംഗ് ചെയ്യുമ്പോൾ ഒഴിച്ച് ബാക്കി സമയത്ത് Z അമർത്തി കഴിഞ്ഞാൽ ഈ ടൂളാണ് ഓൺ ആവുക. ഇതിന് ഓരോ ടൂളിനും ഓരോ പ്രത്യേകത. ഇപ്പൊ ഇത് F10 ആണ്, ഇതിന് F6, F7, Y എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓരോന്നായിരുന്നു പഠിക്കുക. ധാരാളമായിട്ട് അത് പഠിക്കുക തന്നെ വേണം. കാരണം നമ്മൾ ഈ ടൂളുകൾ കീബോർഡിലാണ് പെട്ടെന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വർക്കിന് സ്പീഡ് കൂടണമെങ്കിൽ ഈ ടൂൾസിന്റെ ഒക്കെ ഈ പ്രത്യേക അക്ഷരങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനുകളും അറിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആക്കാനായിട്ട്. മറ്റൊരു സംഗതി, ആക്റ്റീവ് ടൂൾ ഏതാണെന്ന് അറിയാനായിട്ട്. ആക്റ്റീവ് നിൽക്കുന്നതിലെ ആക്റ്റീവ് ടൂള് ഈ ടൂളാണ്. എങ്ങനെ അറിയാന്ന് വെച്ചാൽ അതിന്റെ ചുറ്റും ഒരു റെക്ടാങ്കിൾ, ഒരു റൗണ്ടഡ് റെക്ടാങ്കിൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആക്റ്റീവ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ്. മനസ്സിലായ? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ്. ഇങ്ങനെ ഓരോ ടൂള് സെലക്ട് ചെയ്യുമ്പോഴും ഇപ്പോൾ ഈ ടൂള് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂളുമായി ബേസ് ചെയ്തിട്ട് വരുന്ന ഈ ഭാഗം പ്രോപ്പർട്ടി ബാർ മാറും. ഇവിടെ നോക്കിയാൽ, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് മാറി, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അതിന്റെ അനുസൃതമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുക. പിന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അനുസൃതമായിട്ടുള്ള ഓപ്ഷൻ. ഇതിന്റെ തുടർച്ചയായിട്ട് ഇതിന് വേണ്ടി വരുന്ന, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്ന ചില അഡീഷണൽ ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇവിടെ തരുന്നത്, ഇത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഓരോ സംഗതി തുറക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ സംഗതി എടുക്കുമ്പോഴും നമുക്ക് അതവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ കീബോർഡ് കുറച്ചേ ഉപയോഗിക്കുള്ളൂ, പക്ഷെ നിങ്ങൾ കീബോർഡ് കൂടുതൽ ഉപയോഗിച്ചിട്ട് പഠിക്കണം. കാരണം ഞാൻ കീബോർഡ് ഞെക്കണമെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പം മിക്കവാറും മൗസ് ഉപയോഗിക്കുക. തീർച്ചയായിട്ടും കീബോർഡിൽ ഉപയോഗിച്ചിട്ടാണ് പഠിക്കേണ്ടത്. നിർബന്ധമായിട്ടും കീബോർഡ് പരിശീലിക്കുക. എന്നാലേ ഒരു കമ്പ്യൂട്ടറിന്റെ ശരിയായിട്ടുള്ള ഉപയോഗം, ഏത് സോഫ്റ്റ്വെയർ ആയാലും ശരിയായിട്ടുള്ള ഉപയോഗം സാധ്യമാവണമെങ്കിൽ നിങ്ങൾ കീബോർഡ് ടൈപ്പിങ്ങും പഠിക്കണം. പിക് ടൂളിന്റെ പ്രയോഗം പറയുകയാണ്. പിക് ടൂളിന്റെ പ്രയോഗം തീർച്ചയായിട്ടും പ്രധാനമായിട്ടും 3 സംഗതികളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ എന്താ ഒബ്ജക്റ്റ് എന്ന് ചോദിക്കും, സെലക്ഷൻ എന്താണെന്ന് ചോദിക്കും. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിന്, നമ്മൾ ഡിസൈനിങ് വർക്കിന് ഉപയോഗിക്കുന്ന ഓരോ ഇതുപോലുള്ള മെറ്റീരിയലിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ ഇപ്പോൾ ഇതൊരു റെക്ടാങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. ഇത് ഇവിടെ വന്നിട്ട് ഇതൊരു റൗണ്ട് എന്നുള്ള ഒബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ്. അപ്പൊ ഇതൊക്കെ ഒബ്ജക്റ്റുകളാണ്. ഈ ഒബ്ജക്റ്റുകളിൽ ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാനായിട്ടാണ് ആദ്യം ഇത് ഉപയോഗിക്കുക. ഇപ്പൊ സെലക്ട് ആയി. സെലക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചുറ്റും ഇതുപോലെ ചെറിയ ഒരു കട്ടകൾ പ്രത്യക്ഷപ്പെടും. ചെറിയ റെക്ടാങ്കിൾ, കറുത്ത കട്ടകൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ നമ്മൾ പറയാം ഇത് സെലക്ട് ചെയ്തു എന്നാ പറയാം. സെലക്ട്, ഈ കട്ടകളെ ഹാൻഡിൽസ് എന്നാ പറയാം. ഹാൻഡിൽസ്. ഓരോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴും അതിന്റെ ഭാഗമായിട്ട് ഒരു 8, 9 സെന്ററിലുള്ളതടക്കം 9 ഹാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഓരോ ഹാൻഡിലിനും ഓരോ തരം ഫംഗ്ഷൻ ആണുള്ളത്.
നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ടൂളിൻ്റെ പ്രയോഗം എന്താണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഒന്നാമത്തത്. രണ്ടാമത്തത് അതിൻ്റെ മൂവ്മെൻറ്റ് പൊസിഷൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പിടിക്കണം. ഇത് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക. അങ്ങനെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യുക, രണ്ട് മൂവ് ചെയ്യുക. മൂന്നാമത്തത് റീസൈസ് ചെയ്യുക. റീസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഇത് ഈ ഹാൻഡിലിൽ പിടിക്കുക. ഹാൻഡിലിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിക്കുക. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് റീസൈസ് ചെയ്യുക എന്ന് പറയും. റീസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറുതാക്കലും റീസൈസിങ് ആണ്, വലുതാക്കലും റീസൈസിങ് ആണ്. ഇങ്ങോട്ട് മറിക്കലും റീസൈസിങ് ആണ്, അങ്ങോട്ട് തിരിക്കലും റീസൈസിങ് ആണ്. അപ്പോൾ അതിന് മൊത്തത്തിൽ പൊതുവെ പറയുന്ന പേര് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സംഗതി ഇതുപോലെയുള്ള സെലക്ട് ചെയ്യുക, റീസൈസ് ചെയ്യുക, മൂവ് ചെയ്യുക, അങ്ങനെയുള്ള സംഗതികൾക്കാണ് സാധാരണ ഇതിൽ നമുക്ക് ഉപയോഗിക്കാറ്. ഉള്ളിൽ പിടിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും, പുറത്ത് പിടിച്ചാൽ പറ്റില്ല. ഉള്ളിലകത്ത് പിടിച്ചു കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് അകത്ത് പോയിന്റർ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കാം. ഇവിടെ ഇതൊരു ടെക്സ്റ്റ് ആണ്, ടെക്സ്റ്റിന്റെ സംഗതിയാണ്. ടെക്സ്റ്റും ഒരു ഒബ്ജക്റ്റ് ആണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ പിടിച്ച് വലുതാക്കാം, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലുതാക്കാം, അങ്ങനെ വലുതാക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഈ പോയിന്റർ ടൂളിന്റെ അതല്ലെങ്കിൽ പിക് ടൂളിന്റെ പോയിന്റർ ടൂൾ എന്ന് ഞാൻ പറയാൻ കാരണം ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ പോയിന്റർ ടൂൾ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ പോയിന്റർ ടൂൾ തന്നെയാണ് പിക് ടൂള്, ചിലപ്പോൾ മൂവ് ടൂൾ എന്ന് പറയും. ഇത് ഇനി അടുത്തതിന്റെ ഉപയോഗം നോക്കുക. എന്താ വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സെലക്ട് ചെയ്യുക, പൊസിഷൻ ചെയ്യുക, അതുപോലെ തന്നെ അതിനെ റീസൈസ് ചെയ്യുക. ഇത്രയാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഉപയോഗം. അടുത്തത് ഇത് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് നിങ്ങൾ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുക. ആ ഒബ്ജക്റ്റിൽ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ഹാൻഡിൽസ് ഒക്കെ വ്യത്യാസപ്പെടും. ഹാൻഡിൽസ് ഇപ്പോൾ കട്ട മാറി കുറേ ഏരോകളായി. നേരത്തെ ഇത് ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ കട്ടകളാണ് വന്നത്. ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ ഏരോസ് വന്നിട്ടുണ്ട്. ഈ ഏരോസ് ഇവിടെ നോക്കുക, ഏരോസ് വന്നിട്ടുണ്ട്. ഈ ഏരോകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തണം നോക്കാം. അപ്പോൾ 4 മൂലയിൽ ഓരോ ഏരോസ് ഉണ്ട്. ഈ 4 മൂലയിലത്തെ ഏരോസിനെ നമുക്ക് ഇങ്ങനെ തിരിക്കാനായിട്ട് ഉപയോഗിക്കാം. ഏതെങ്കിലും മൂലയിൽ ഒരു ഏരോ പിടിച്ചിട്ട്, ഇപ്പോൾ ഈ ഏരോ ആയാലും വേണ്ടില്ല, ഈ ഏരോ ആയാലും വേണ്ടില്ല, ഇതായാലും വേണ്ടില്ല, നമുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പോൾ റൊട്ടേഷന് വേണ്ടിയിട്ടുള്ളതാണിത്. ഇനി ഈ ഭാഗത്ത് കാണുന്ന ഏരോ സ്ക്യൂ ചെയ്യാനാണ്. അതായത് ഇങ്ങനെ അമർത്തുക, ഇങ്ങനെ ഞെരുക്കാൻ പറ്റും. ഇതങ്ങോട്ട് ഞെരുക്കാം, ഇതിനെ ഇങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ട് ഞെരുക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ സൈഡിൽ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരാം, അങ്ങനെ കൊണ്ടുവരാം. കണ്ടോ, ഇത് ഏത് ഒബ്ജക്റ്റിനും ഇങ്ങനെ രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ഇവിടെ തിരിക്കുമ്പോൾ ഈ തിരിച്ചിൽ നടക്കുന്നത് ഈ കുറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ കുറ്റിക്ക് സെന്റർ എന്ന് പറയാം. ഈ കുറ്റി നീക്കി വെക്കാൻ പറ്റും. ഇങ്ങോട്ട് പിടിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് നീക്കി വെക്കാം. പിടിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. ഇനി നമ്മളുടെ ഈ തിരിച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ തിരിച്ചിൽ നടക്കുക ഈ കുറ്റിയെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നേരത്തെ ഇത് ഇവിടെയായിരുന്നു, ഈ കുറ്റി ഇവിടെയായിരുന്നു. ഇവിടെ ആകുമ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് തിരിയുക. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചിൽ നടക്കുന്നത് സെന്ററിന്റെ ഈ കുറ്റി ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെയധികം ഉപകാരമുള്ള സംഗതിയാണ് ഈ തിരിച്ചിൽ. അല്ലെങ്കിൽ നമ്മൾ കിടന്ന് തിരിക്കാൻ പറ്റാണ്ട് നമ്മൾ കിടന്ന് തിരിയും. അപ്പോൾ അതുകൊണ്ട് ഈ തിരിച്ചിലിനെ കുറിച്ചിട്ട് അറിയണം. നല്ല ഒരു ഉപകാരമുള്ള ഒരു ടൂളാണ് ഈ സംഗതി. വഴിയെ നമുക്ക് കൂടുതലായിട്ട് വിശദീകരിക്കും. അപ്പോൾ പോയിന്റർ ടൂള് മനസ്സിലായി. അതായത് സെലക്ട് ചെയ്യുക, റീസൈസ് ചെയ്യുക, മൂവ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, സ്ക്യൂ ചെയ്യുക, അതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ.